നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ രാജ്യത്തുടനീളം സംസാര വിഷയം. രാജ്യതലസ്ഥാനം ഭരിക്കുക എന്നത് തീർച്ചയായും ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. ശനിയാഴ്ച പൊട്ടിക്കുന്ന പെട്ടിയിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ. 57.85% ദില്ലിയിലെ ഇത്തവണത്തെ പോളിംഗ്. മൂന്നാം വട്ടവും അധികാരത്തിൽ തുടരാൻ ആകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി. അതേസമയം 2013 കൈവിട്ട ഭരണം എന്ത് വില കൊടുത്തും തിരികെ പിടിക്കണമെന്ന വാശിയിലാണ് കോൺഗ്രസ്. 93 ശേഷം വീണ്ടും ഭരണം പിടിക്കാൻ BJPയും തയ്യാറെടുക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ മുഴുവൻ സീറ്റും BJP തൂത്തുവാരിയിരുന്നു. അതേസമയം വോട്ടെടുപ്പ് നടന്നതിന് പിന്നാലെ ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ BJP തരംഗമാണ് പ്രവചിക്കുന്നത്. 10ൽ 8 ഫലങ്ങളും BJP അധികാരത്തിൽ എത്തുമെന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. ഫലം തള്ളിക്കളയാതെ മറ്റൊന്നും ചെയ്യുവാൻ ആം ആദ്മിക്കും കോൺഗ്രസിനും സാധിച്ചില്ല. ഇപ്പോഴത്തെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ വിജയം പ്രവചിച്ചുകൊണ്ട് ആക്സിസ് മൈ ഇന്ത്യ CNX എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 45 മുതൽ 55 സീറ്റുകൾ വരെ നേടി BJP അധികാരത്തിൽ എത്തുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. നിലവിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് 15 മുതൽ 25 സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കോൺഗ്രസ് കഷ്ടിച്ച് ഒരു സീറ്റിൽ കടന്നുകൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നുമാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. BJP 48% വോട്ട് നേടുമെന്നാണ് പ്രവചനം. ആം ആദ്മി പാർട്ടിക്ക് 42%, കോൺഗ്രസിന് 7%, മറ്റുള്ളവർക്ക് 3% വോട്ട് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. 49 മുതൽ 61 സീറ്റ് വരെയാണ് CNX BJPക്ക് പ്രവചിക്കുന്നത്. ആം ആദ്മി പാർട്ടി 10 മുതൽ 19 സീറ്റ് വരെ നേടുമെന്നും കോൺഗ്രസ് പരമാവധി 1 സീറ്റ് നേടുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. ഇതിനിടെ ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷനായ സാജിദ് റഷീദി നടത്തിയ വെളിപ്പെടുത്തൽ BJPയെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് വോട്ട് ചെയ്തത് എന്നാണ് റഷീദിയുടെ വെളിപ്പെടുത്തൽ. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ആയിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ദില്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ഏത് സർക്കാർ വരണം എന്നാണോ ആഗ്രഹിക്കുന്നത് ആ പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. ഞാൻ വോട്ട് ചെയ്ത പാർട്ടി ഏതെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ എൻ്റെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നൽകിയത്. എന്തുകൊണ്ട് പാർട്ടിക്ക് വോട്ട് നൽകി എന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. BJPക്ക് മുസ്ലിമായി ജനിച്ചവർ വോട്ട് ചെയ്യില്ലെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെ അല്ല എന്ന് എനിക്ക് ബോധിപ്പിക്കണം. അതിനുവേണ്ടി കൂടിയാണ് BJPക്ക് വോട്ട് ചെയ്തത്, സാജിദ് റഷീദി പറയുന്നു. BJPക്ക് വോട്ട് നൽകിയെന്ന വെളിപ്പെടുത്തലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. റഷീദിയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് BJP നേതാവ് അമിത് മാളവിയും രംഗത്ത് വന്നു. BJPക്ക് വോട്ട് നൽകി എന്നാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷൻ സാജിദ് റഷീദി പറയുന്നതെന്ന് അമിത് മാളവിയ പറയുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മതേതര പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടികൾക്ക് മുസ്ലിങ്ങൾ BJPയെ പിന്തുണയ്ക്കുന്നതിൽ വലിയ ആശങ്കയാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യാന്തര തലത്തിൽ വന്ന കൗതുകകരമായ വാർത്ത, ഓൺലൈൻ വഴി പരിചയപ്പെട്ട 19 വയസ്സുകാരനായ കാമുകനെ കാണുവാൻ അമേരിക്കയിൽ നിന്നെത്തിയ 33കാരി കാമുകനും കുടുംബവും സ്ഥലം വിട്ടതിനെ തുടർന്ന് പാകിസ്ഥാനിൽ കുടുങ്ങി എന്നതാണ്. ന്യൂയോർക്ക് സ്വദേശിനിയായ ഒനിജ ആൻഡ്രൂ റോബിൻസൺ എന്ന യുവതിയാണ് കാമുകനെ കാണാനും വിവാഹം കഴിക്കുവാനുമായി പാകിസ്ഥാനിലെത്തിയത്. 2 കുട്ടികളുടെ മാതാവാണ് ഇവർ. എന്നാൽ യുവാവിന്റെ കുടുംബം ബന്ധത്തിന് വിസമ്മതിക്കുകയും നാടുവിടുകയും ചെയ്തു. അപ്പോഴേക്കും യുവതിയുടെ വിസ കാലാവധിയും അവസാനിച്ചിരുന്നു. യൂട്യൂബറായ സഫർ അബ്ബാസ് ആണ് യുവതിയുടെ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. ഇതോടെ സിന്ധ് ഗവർണറായ കമ്രാൻ ഖാൻ ടെസോറി വിഷയം അറിയുകയും ഇവർക്ക് തിരിച്ചു പോകുവാനുള്ള വിമാന ടിക്കറ്റ് ശരിയാക്കി നൽകാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇത് തള്ളിക്കളഞ്ഞ യുവതി വാർത്താ സമ്മേളനം വിളിച്ച് തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. പാകിസ്ഥാൻ പൗരത്വം വേണമെന്നും നിദാലിൻ്റെ കുടുംബം ആഴ്ചയിൽ $3000 വീതം നൽകണമെന്നുമാണ് യുവതിയുടെ ഒരാവശ്യം. പാകിസ്ഥാൻ സർക്കാർ $1,00,000 നൽകണമെന്നും ഇവർ പിന്നീട് ആവശ്യപ്പെട്ടു. അതേസമയം ഇവർ മാനസിക രോഗിയാണെന്ന് ഇവരുടെ മകൻ ജെർമിയ റോബിൻസൺ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. മകൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടെ അധികൃതർ ഇടപെട്ട് ഇവരെ കറാച്ചിയിലെ സർക്കാർ മാനസികാരോഗ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്ക് ശേഷം ഇവർ അമേരിക്കയിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്.
തീർത്ഥയാത്ര.com